ഞങ്ങൾ 1:30 ആയപ്പോൾ ഉറക്കത്തുനിന്ന് ഏട്ടന് ആരോ മേലെ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചു. ഏട്ടൻ പറഞ്ഞു വേഗം എഴുന്നേക്ക്, കുട്ടീനെ എടുത്തിട്ട് ഓടി രക്ഷപ്പെടാന്ന്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് 1:30 മണിക്ക് എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് വീട് കുലുങ്ങുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ നല്ല ഹൈറ്റിൽ വെള്ളം അങ്ങനെ പോണ്ട, ചെളിവെള്ളം മരങ്ങളൊക്കെ ഇങ്ങനെ ഒലിച്ച് പോണ്ടായി. ബാക്ക് സൈഡ്, വീടിന്റെ ബാക്ക് സൈഡ്. പിന്നെ ഞങ്ങൾ വേഗം ഓടി തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ 2ാം നിലയിൽ കയറി നിന്നു. ഞങ്ങൾ 5-6 ഫാമിലി. ആ 2ാം നില വീടിന്റെ ചുവട്ടിലേക്ക് വെള്ളം എത്തിയായിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് ചളിവെള്ളമൊക്കെ കയറി. വീടിന്റെ ഗ്രൗണ്ടിൽ വെള്ളം കയറി. വീട്ടിലെ ഗ്രൗണ്ടിൽ ആർക്കെങ്കിലും എല്ലാവരും ഞങ്ങൾ മുകളിലത്തെ നിലയിൽ കയറി. ഇങ്ങനെ മൊത്തം കുലുക്കുണ്ടായിരുന്നു. വീട് നല്ല കുലുങ്ങുണ്ടായിരുന്നു. 4:30 പൊട്ടലിന് നല്ല വീട് കുലുങ്ങുന്നുണ്ടായിരുന്നു. എത്ര മണിയുടെയാണത്? 4:30 മണി. അപ്പോൾ ഏകദേശം ഒരു 12:50 1 മണിയോടുകൂടി ആദ്യത്തെ പൊട്ടൽ സംഭവിച്ചത്. അന്ന് ആ സമയം മുതൽ ഞങ്ങളെ വന്ന് രക്ഷപ്പെടുത്തുന്നവരെ ഞങ്ങൾ ആ വീട്ടിൽ തന്നെയായിരുന്നു, മുകളിലത്തെ നില. പിന്നെ ദൈവം രക്ഷിച്ചു. എത്ര മണിയായപ്പോഴത്തേക്കാണ് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റിയത്? NDRF-കാർ വന്ന് അവരാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കടത്തി കൊണ്ടുവന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ, മറ്റുള്ള ആളുകൾക്കുണ്ടായ നഷ്ടങ്ങൾ അത് എന്തൊക്കെയാണ്? ഞങ്ങളുടെ നെയ്ബേഴ്സ് കുറേ പേര് നഷ്ടമായിട്ടുണ്ട്. ഇനി കുറച്ച് പേരെ ബോഡി കിട്ടാനും ഉണ്ട്. നമുക്കിപ്പോൾ എണ്ണ എടുക്കാൻ പറ്റാത്ത അളവുണ്ട്. കുറേ പേര് നഷ്ടമായിട്ടുണ്ട്. ബന്ധുക്കളാരാണ് വേറെ നഷ്ടപ്പെട്ടിട്ടുള്ളത്? അമ്മേൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ്, അമ്മായിൻ്റെ മക്കള്. ഫാമിലി മൊത്തം പോയോ? മകളും പോയി, മരുമകനും മോളും ഏട്ടൻ്റെ മോള് പോയിട്ടുണ്ട്. 10-15 ആളോളം പോയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അറിവിൽ മോളെ മാത്രമാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മൊത്തം എല്ലാ ക്യാമ്പിൽ പോയി നോക്കുന്നുള്ളൂ. അപ്പോഴേ അറിയുള്ളൂ എവിടെയൊക്കെ നമ്മളെ റിലേറ്റീവ്സ് ഉണ്ട് എന്നുള്ള. അച്ഛൻ്റെ അമ്മേൻ്റെ ഫാമിലീസും മൊത്തം ചുരൽമലയിലുള്ളവരാണ്. കൃത്യമായിട്ട് ഇപ്പൊ അറിഞ്ഞു വരുന്നുള്ളൂ ആരൊക്കെയാന്നുള്ള. ആനാമയ്ക്കാനെ കിട്ടാനുള്ള. ഞങ്ങൾ മണിക്കുട്ടീന്നാ വിളിക്കുക. മണിക്കുട്ടിയുടെ ആരൊക്കെ ഇപ്പോൾ ഇവിടെ ഉള്ളത്? ഇപ്പോൾ ഈ ക്യാമ്പിലില്ല. അച്ഛൻ അവിടെ ഉണ്ട്, സെന്റ് ജോസഫിലുണ്ട്. അമ്മയും അവിടെ തന്നെയാന്നാ തോന്നുന്നത്. അവിടുന്ന് അമ്മമ്മയും ചെറിയച്ഛനും ചെറിയമ്മയും അവര് 3 ആളും നഷ്ടമായിട്ടുണ്ട്. പിന്നെ മണിക്കുട്ടിയും പോയിട്ടുണ്ട്. അച്ഛനും അമ്മയും. എത്ര മക്കളാണ് അച്ഛനും അമ്മയ്ക്കും? 2 പെൺകുട്ടികൾ. 2 പെൺകുട്ടികളാ? മണിക്കുട്ടിയുടെ സിസ്റ്ററാണോ ഉള്ളത് ഇപ്പോൾ? ചേച്ചിയാണോ അല്ലേ? ഇവിടെ ഉണ്ടോ? ഇവിടെ അവിടുത്തെ ക്യാമ്പിലുണ്ടല്ലേ? സുഖമായിട്ടിരിക്കുന്നോ കുട്ടി? മണിക്കുട്ടി എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കിട്ടിയിട്ടില്ല?